ഇപ്പം എൻ്റെ ഒരു 3 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു നോവലും 2 ചെറുകഥാ സമാഹാരങ്ങളും പിന്നെ DC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു ചെറുകഥാ സമാഹാരം ഇപ്പോൾ ഞാൻ അവർക്ക് ടെക്സ്റ്റ് അതിൻ്റെ മാറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അവരുടെ ഒരു SOP ഉണ്ട്. ഇത് അദ്ദേഹം സംസാരിക്കുന്നത് അത്രയും ഇപ്പോഴും സംശയാസ്പദമാണ്. DC ബുക്സ് 50 വർഷത്തിലേറെയായി നമ്മുടെ പിന്നെ കേരളത്തിൽ പ്രസാധന രംഗത്തുണ്ട് എന്നത് മാത്രമല്ല, അവർ പല വിധത്തിലുള്ള സാംസ്കാരിക ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ DC കിഴക്കേ മുറിയുടെ കാലം തൊട്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ മത സാംസ്കാരിക നേതാക്കളുമായി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ അത് വളരെ എന്താ പറയുക നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ പുരവി DC അത് പിന്നെ നിയന്ത്രിക്കുന്നതും കൊണ്ടുപോകുന്നതും. നമുക്ക് പറയത്തക്ക യാതൊരു തരത്തിലുള്ള ഈ തരത്തിലുള്ള ഒരു പ്രശ്നവും DC ബുക്സിനെതിരെ ഇതുവരെ ആരോപിക്കപ്പെട്ടില്ല. ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ ഈ തരത്തിലുള്ളൊരു വഞ്ചന കേസ് ആ നിലയിൽ ഒരാളുടെ ഇതിപ്പോൾ ഒരു തരം മോഷണമാണെന്ന്, ക്രിമിനൽ കുറ്റമാണ്, മോഷണമാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതൊന്ന് ആലോചിക്കണം. മോഷണം എന്ന് പറയണമെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയതല്ലേ മോഷ്ടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നാൽ ഇത് എഴുതി കൊടുത്ത ആളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? അത് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. അതൊക്കെ എന്താ പരിശോധിക്കാനും ചോദിക്കാനും ഒക്കെ ഉള്ളത്? രഘുനാഥനോടാണെങ്കിൽ ചോദിച്ചാൽ എന്താ അപ്പം മറുപടി കിട്ടുന്നില്ല, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? രവി DCയെ വിളിച്ച് ചോദിച്ചു, ഞാനിത് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രവി DC എന്ത് മറുപടി പറഞ്ഞു എന്നത് മാത്രം കൃത്യമായിട്ട് പുള്ളി പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം സംസാരിക്കുന്നത് അത്രയും ഇപ്പോഴും സംശയാസ്പദമാണ്. പിന്നെ DCയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വന്നതാണ്. DC പബ്ലിഷിംഗ് രംഗത്ത് അവർ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് കേവലം ഒരു എന്താ പറയുക ഒരു പബ്ലിഷിംഗ് ഹൗസിന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു 3 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു നോവലും 2 ചെറുകഥാ സമാഹാരങ്ങളും പിന്നെ DC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു ചെറുകഥാ സമാഹാരം ഇപ്പോൾ ഞാൻ അവർക്ക് ടെക്സ്റ്റ് അതിൻ്റെ മാറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അവരുടെ ഒരു SOP ഉണ്ട്. അവർ ചെയ്യുന്നത് നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് എല്ലാം മെയിലിലൂടെയാണ് ചെയ്യുന്നത്. ആ മെയിലിൽ തന്നെ നമുക്ക് അതായത് അതിൻ്റെ ടൈറ്റിൽ മുതലുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായും ഒരു രേഖ ഒപ്പിടിക്കും, ഒരു കരാർ ഒപ്പിടിക്കും, അഗ്രിമെൻ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഞാൻ പ്രസിദ്ധീകരിച്ച എല്ലാ അവരുടെ പുസ്തകത്തിൻ്റെ രേഖകളുണ്ട് എൻ്റെ കയ്യിലുണ്ട്. അതില്ലാതിരിക്കില്ല. പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് പ്രശ്നം. നമ്മളെക്കാളും അവർക്കതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അവർ എത്ര വലിയ നിയമ പ്രശ്നം നേരിടേണ്ടി വരും. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം അച്ചടിച്ച് തയ്യാറാക്കി സ്റ്റാളുകളിൽ എത്തിക്കാൻ വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവ് പ്രകാരം, അവിടെയുള്ള എൻ്റെ സൗഹൃദങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ സ്റ്റേജിൽ എത്തിച്ച പുസ്തകം ഒരു കരാറില്ലാതെ DC അച്ചടിക്കുമെന്ന് വിചാരിക്കണമെങ്കിൽ അത്രയും മണ്ടന്മാരാവണം നമ്മൾ. അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി വല്ലവരും EPയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു മിഡിൽ പാത്തിൽ ഒരാൾ നിന്നിട്ട്, കാരണം അദ്ദേഹം എഴുതാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ കുറ്റം പറയുകയല്ല, ഞാൻ ആരോപിക്കുകയല്ല, ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വഴിയോ ഇനി എന്തെങ്കിലും തരത്തിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സംഗതി അവർ വളരെ പ്രോപ്പറായിട്ട് സുതാര്യമായിട്ട് മാത്രമേ എപ്പോഴും ചെയ്യാറുള്ളൂ DC എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ പബ്ലിഷിംഗ് ഹൗസും അത് പിന്തുടരാറുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് കുറേ കൂടി ഒരു ഭൂമിയിലേക്ക് പോകുന്ന കാലമാണ്. സാഹിത്യോത്സവങ്ങളോ അങ്ങനെ വരുന്നു, അങ്ങനെ ഒരുപാട് സംഗതികൾ എല്ലാവരും പിന്തുടരുന്ന മാർഗ്ഗങ്ങളാണിത്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നമുക്ക് തരേണ്ട പുസ്തകങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ അച്ചടിക്കുന്ന കോപ്പികളുടെ എണ്ണത്തിൽ നമ്മളുമായിട്ട് ഉണ്ടാക്കുന്ന ധാരണ, ഇങ്ങനെ പല കാര്യങ്ങളിലും എഴുത്തുകാരനുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ പ്രൂഫ്, ഞാൻ എൻ്റെ എല്ലാ പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങളുടെയും പ്രൂഫ് DCയുടെ ഓഫീസിൽ പോയി അവരുടെ DTP എൻ്റർ ചെയ്യുന്ന ആളുകൾ കൂടെ നിർത്തിയിട്ട് കറക്റ്റ് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ട്. അതിന് പോലും അവരത് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ അത്ര വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇനി CPM ഇത് അന്വേഷിക്കണം, CPM ഇത് വിലയിരുത്തണം, അന്വേഷിക്കണം. അതായിരിക്കും ഒരുപക്ഷെ കേരളീയ സമൂഹം EPയെ അങ്ങനെ എന്താ പറയുക കൂടുതൽ നിരാകരിക്കുന്നതിലേക്കും ഇത്രയും ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉള്ള ഒരാളെ തീർത്തും അപ്രസക്തനാക്കുന്നതിലേക്കും പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.